ദൈവികതയിൽ പൊതിഞ്ഞാൽ പുരാണങ്ങൾ ചാരുതയുടെ ഉദാത്തമായ അവസ്ഥ കൈവരിക്കുന്നു. ദൈവികതയും അവയെ നിർവചിക്കുന്ന ഐതിഹ്യങ്ങളുടെയും സൗന്ദര്യം പേറുന്ന നിരവധി ലക്ഷ്യസ്ഥാനങ്ങൾ കേരളത്തിലുടനീളമുണ്ട്. അവയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പാലക്കാട് പട്ടാമ്പി താലൂക്കിൽ കുമ്പിടിയിൽ സ്ഥിതി ചെയ്യുന്ന വരാഹമൂർത്തി ക്ഷേത്രം. ആ ഒരു വാസ്തുവിദ്യാ വിസ്മയത്തെക്കുറിച്ചാവട്ടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും സ്വാഗതം. ഒരു കാലത്ത് മലയാള സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിലും കളിയരങ്ങുമായിരുന്നു ഇവിടം. ഏതാണ്ട് 4000 കൊല്ലങ്ങൾക്ക് മുൻപ് പരശുരാമൻ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം എന്ന് ഐതിഹ്യങ്ങൾ പറയുന്നു. പിന്നീട് നവീകരിച്ചത് കേരളത്തിൻ്റെ തച്ചുശാസ്ത്ര പ്രതിഭ പെരുന്തച്ചനായിരുന്നെന്നും പറയപ്പെടുന്നു. ഇതിനു പിന്നിൽ രസകരമായ ഒരു ഐതിഹ്യമുണ്ട്. പെരുന്തച്ചൻ സ്വന്തം മകൻ്റെ അകാല നിര്യാണത്തിന് താൻ തന്നെ കാരണക്കാരനായ മനപ്രയാസം മൂലം നാട് വിട്ട് ചുറ്റിത്തിരിയുന്ന അവസരത്തിൽ പന്നിയൂർ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു. അന്നവിടെ ക്ഷേത്ര പുനരുദ്ധാരണ പ്രവൃത്തികൾ നടക്കുകയായിരുന്നു. ക്ഷീണിച്ച അവശനായ തച്ചൻ എന്തെങ്കിലും കിട്ടുമോ എന്ന ഉദ്ദേശത്തിൽ കുറേ നേരം ഇരുന്നെങ്കിലും ഭക്ഷണത്തിന് പിരിഞ്ഞു പോകുമ്പോൾ തന്നോട് യാതൊരു ആതിഥ്യ മര്യാദയും കാണിക്കാതെ പോയ സ്വകുലത്തിലെ പണിക്കാരുടെ പെരുമാറ്റത്തിൽ കുണ്ഠിതം തോന്നിയ അദ്ദേഹം പണിപ്പുരയിൽ കയറി ഒന്നാകെ വീക്ഷിച്ചു. ശ്രീകോവിലിനായി പണി കഴിപ്പിച്ച കഴുക്കോലുകളുടെ തലപ്പത്ത് ഓരോ വരയിട്ട് മെല്ലെ സ്ഥലം വിട്ടു. ഭക്ഷണശേഷം തിരിച്ചു വന്ന ആശാരിമാർ അവസാന പണിക്കിടയിൽ വര കണ്ട സ്ഥലത്ത് എല്ലാ കഴുക്കോലുകളും മുറിച്ച് ശരിയാക്കി. കൂട്ടുകൂട്ടി നോക്കും വേളയിൽ കഴുക്കോലുകളുടെ നീളക്കുറവിൽ അമ്പരന്നു. കാര്യം മനസ്സിലാക്കിയ മൂത്താശാരി അപ്പോഴാണ് തങ്ങൾ ഗൗനിക്കാതെ പണിപ്പുരയിൽ ഒറ്റയ്ക്കാക്കിപ്പോയ ആ ഭ്രാന്തനെപ്പോലുള്ള കാരണവരെക്കുറിച്ചോർത്തത്. അസാമാന്യനായ അദ്ദേഹം ഒരുപക്ഷെ നമ്മുടെ കുലശ്രേഷ്ഠനായ പെരുന്തച്ചനായിരിക്കും എന്ന് മനസ്സിലാക്കിയ ആശാരിമാർ നാളെ തന്നെ അദ്ദേഹത്തെ കണ്ടുപിടിച്ച് മാപ്പപേക്ഷിക്കണമെന്ന് ചിന്തിച്ച് രാത്രി കഴിച്ചുകൂട്ടുന്ന നേരത്ത് പണിപ്പുരയിൽ നിന്ന് ഗംഭീര തട്ടുമുട്ടും. എല്ലാവരും അങ്ങോട്ടോടി. ശ്രീകോവിലിൻ്റെ മേൽക്കൂര കൂട്ടുകൂട്ടി അവസാന പണിയുടെ മേളമാണ് തങ്ങൾ കേട്ടതെന്ന് മനസ്സിലാക്കിയ ആശാരിമാർ അതിനു മുകളിൽ കണ്ടത് പെരുന്തച്ചനെയായിരുന്നു. മൂത്താശാരിയടക്കം എല്ലാവരും തങ്ങളുടെ തെറ്റേറ്റുപറഞ്ഞ് അദ്ദേഹത്തിനു മുൻപിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. എന്നിട്ട് സങ്കടത്തോടെ അപേക്ഷിച്ചു, ഇവിടം കൊണ്ട് ഞങ്ങൾ കുറച്ചുപേർ നിത്യവും കഞ്ഞി കുടിച്ചിരുന്നു. അങ്ങയുടെ ഈ പണി ഞങ്ങളെ വിഷമത്തിലാക്കിയല്ലോ. ചിരിച്ചുകൊണ്ട് പെരുന്തച്ചൻ പറഞ്ഞു, നമ്മുടെ കുലത്തിലൊരുവന് നിത്യവും ഇവിടെ പണിയുണ്ടാകും. സമാധാനിക്കുക. ഇന്നു മുതൽ ഞാൻ ഉളിയും മുഴക്കോലും തൊടുകയില്ല എന്ന് പറഞ്ഞ് തൻ്റെ ഉളിയും മുഴക്കോലും അവിടെ വെച്ച് ഇറങ്ങിപ്പോന്നു. അതാണ് പന്നിയൂരമ്പലത്തിൽ ഇന്നും കാണുന്ന ഉളിയും മുഴക്കോലുമെന്നാണ് ഐതിഹ്യം. വരാഹമൂർത്തിയുടെ ഇടതുവശത്ത് ഭൂമിദേവി ഇരിക്കുന്ന ഏകശിലയിൽ തീർത്ത പ്രതിഷ്ഠയാണിത്. അതുകൊണ്ട് തന്നെ ഭൂമി സംബന്ധമായ എല്ലാവിധ ദോഷങ്ങൾക്കും വേണ്ടി അതിവിശേഷമായ ഭൂമി പൂജ നടത്താവുന്നതാണ്. ഭൂമി വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഭൂമിയുമായുള്ള മറ്റു ദോഷങ്ങൾക്കും ഗൃഹനിർമ്മാണത്തിനും എന്നുവേണ്ട ഏതുവിധത്തിലുള്ള ഭൂമി ദോഷങ്ങൾക്കും ഭൂമിയുടെ 4 ദിക്കിൽ നിന്നും മണ്ണ് കൊണ്ടുവന്ന് ഭൂമി പൂജ നടത്താവുന്നതാണ്. ഭൂമി പൂജ നടത്തിയ മണ്ണ് അതേ സ്ഥലത്ത് തന്നെ നിക്ഷേപിച്ചാൽ എല്ലാവിധ ഐശ്വര്യവും സമൃദ്ധിയും കാര്യസിദ്ധിയും ലഭിക്കുന്നു. ശ്രീവരാഹമൂർത്തി കോവിലിന് തൊട്ടുകിടക്കുന്ന മറ്റൊരു പ്രധാന ശ്രീകോവിലാണ് ലക്ഷ്മീനാരായണ പ്രതിഷ്ഠയുള്ള ഗർഭഗൃഹം. ഇവിടെ ലക്ഷ്മീനാരായണ ഭഗവാന് സ്വന്തം നക്ഷത്ര ദിവസം തുടർച്ചയായി 3 മാസം പ്രത്യേക രുക്മിണീ കൃഷ്ണ പൂജ നടത്തിയാൽ മംഗല്യം ക്ഷിപ്രസാധ്യമാണ്. പല ഭക്തന്മാർക്കും അനുഭവത്തിലൂടെ തെളിഞ്ഞിട്ടുണ്ട്.
ഈ പൂജ നടത്തുന്നതിന് മുൻപ് ശ്രീ വരാഹമൂർത്തിക്ക് അഭീഷ്ടസിദ്ധി പൂജ നടത്തിക്കൊള്ളാമെന്ന് നേർന്നിരിക്കേണ്ടത് നിർബന്ധമാണ്. മറ്റൊരു പ്രധാന പൂജയാണ് ഐശ്വര്യ പൂജ. ഓരോ ഭക്തനും അടയ്ക്കുന്ന 1000 രൂപ ബാങ്കിൽ സ്ഥിരമായി നിക്ഷേപിക്കും. അതിൻ്റെ 1 വർഷത്തെ പലിശ കൊണ്ട് കൊല്ലത്തിൽ 1 ദിവസം പൂജ നടത്തി പ്രസാദം അയച്ചു കൊടുക്കുന്നു. ഈ പൂജ ഒരു ആയുഷ്കാല പൂജയാണ്. അറിവും നിറവും എല്ലാവിധ അനുഗ്രഹങ്ങൾക്കുമായി നിങ്ങളെ എല്ലാവരെയും കുടുംബസമേതം പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പന്നിയൂർ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഓക്കെ, താങ്ക് യു.